Your Honor, the evidence in this case conclusively shows that the accused acted in sheer self-defense. ഒരു കാമഭ്രാന്തന്റെ മുമ്പിൽ ചെന്നുപെട്ട് പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന എന്റെ കക്ഷി. സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ഭാരത വനിതകൾ പരിപാവനമായി കരുതുന്ന ചാരിത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടത്തിലാണ് ആനന്ദ് മരിക്കാനിടയായത്. So my client is fully entitled for the benefits of exemption under section 300 of the Indian Penal Code. അതുകൊണ്ട് എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. That's all, Your Honor. What do you say, Mr. Prosecutor? Your Honor, I am surprised to hear the submissions of my learned friend that the accused has committed this crime just to protect her chastity. Exhibit P15 ആയി ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്റെ സഹപ്രവർത്തക മറന്നു കളഞ്ഞതാകാം. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? No, you can't. അവിവാഹിതയായ നിങ്ങൾക്ക് ഇപ്പോൾ 3 മാസം ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? I object, Your Honor. You should look into the documents before you object it. What documents are you referring to? Exhibit P15 medical certificate, Your Honor. Objection overruled. You can proceed. സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായി ഗർഭിണിയായാൽ കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാന്ന് പറയാൻ മടി കാണിക്കില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന്? നോ, യു കാൺട്ട് സേ. മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാൻ നിങ്ങൾക്ക് കഴിയും. Excuse me. May I make a submission, Your Honor? ഇതുവരെ റിലേ ചെയ്യാതിരുന്ന ഡോക്യുമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുകയാണ്. So, I have to take further instructions from my client. They are arguing on the evidence already adduced. What do you say, Mr. Prosecutor? I have no objection, Your Honor, in my learned friend taking any number of instructions from her client. The case is adjourned to 30th of this month. എന്നാൽ ആ കുട്ടിക്ക് എന്നോട് പറയാമായിരുന്നില്ല. എനിക്കും അറിയില്ല. വക്കീലിനോടും ഡോക്ടർമാരോടും ഒന്ന് വിളിച്ചേക്കാം. രവി, 1 second. ഞാൻ പോട്ടെ. ഇന്നത്തെ പെർഫോമൻസ് കലക്കിയിട്ടുണ്ട്. ശശികല ഒട്ടും മോശമില്ലായിരുന്നു. സ്വന്തം വർഗമായതുകൊണ്ടായിരിക്കും ഇത്ര ആവേശം. നാട്ടിൽ പെട്ടപ്പോ ഇന്നലെ ഹസ്ബൻഡിന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ. അറിഞ്ഞു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണല്ലോ കേട്ടത്. ESI ഡോക്ടർ അല്ലേ, തൊഴിലാളികൾക്ക് ലീവ് എഴുതി കൊടുത്ത് കണ്ടമാനം കാശ് വാങ്ങിക്കുന്നുണ്ടാവും. ട്രാൻസ്ഫറിന് അതൊരു കാരണം മാത്രം. ശശികലയാണ് ഡോക്ടറെ കോട്ടയത്ത് കൊണ്ടാക്കിയെന്ന് കേട്ടല്ലോ. പോയിരുന്നു. വരട്ടെ. നിങ്ങൾ ഈ ടെലിഫോൺ ബൂത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി? 5 കൊല്ലം. ഉദ്ദേശം എത്ര മണിക്കാണ് മിസ് ഗീത ഈ ഫോൺ കോളുകളൊക്കെ ചെയ്തത്? ഏകദേശം 3 മണിയായി കാണും. ആദ്യം ഏത് നമ്പറിലേക്കാണ് ഫോൺ ചെയ്തത്? 66443. ഈ നമ്പർ വിളിച്ച് മിസ് ഗീത എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അഡ്വക്കേറ്റ് ശ്യാംപ്രകാശിന്റെ ഓഫീസിലേക്കാണ് വിളിച്ചതെന്ന് ഞാൻ ഊഹിച്ചു. അടുത്തത് ഏത് നമ്പറിലേക്കാണ് വിളിച്ചത്? 72495 കൈമൽ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക്. കൈമൽ കൺസ്ട്രക്ഷൻസിലേക്കാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കൈമൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതും 72495 എന്ന നമ്പരും അവർ കുറിച്ചിട്ടത് എന്റെ അക്കൗണ്ടിംഗ് ഷീറ്റിലാണ്. 72495 എന്ന നമ്പർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? വളരെയധികം ട്രൈ ചെയ്തിട്ടും ആ നമ്പർ കിട്ടിയില്ല. എന്നിട്ട് അവർ വീണ്ടും 66443 വിളിച്ച് കൈമൽ കൺസ്ട്രക്ഷന്റെ അഡ്രസ് ചോദിച്ച് മനസ്സിലാക്കി. ആ കുട്ടി അങ്ങോട്ടാണ് പോകുന്നതെന്നും എന്നോട് പറഞ്ഞു. യുവർ കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ്. ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീറ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ്. You can proceed with the next witness. എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോറിക്ഷ പിടിച്ചത്? ഒരു 3:30-4 ആവും. ഏത് സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞത്? നേതാജി റോഡിലുള്ള കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു. അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു സർ. അതെങ്ങനെ കണ്ടു? അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ? ഇല്ല, തിരിച്ചു വരുന്നതിന് മുമ്പ് ബീഡി കത്തിക്കാനായി അവിടെ നിന്ന് ഒരാളോട് തീപ്പെട്ടി ചോദിച്ചു. ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടത്. യുവർ ഓണർ,
മിസ് ഗീത 4 മണിക്ക് കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ്. അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ്. യുവർ ഓണർ, ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ്. ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 3 ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണിത്. ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും. സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 375 ആൻഡ് 376 പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Counsel for the accused may proceed. യുവർ ഓണർ, ടെലഫോൺ ബൂത്തിലുണ്ടായിരുന്ന ബാബുവിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകണ്ഠന്റെയും മൊഴികൾ 100% വിശ്വസനീയമാണ്. 4 മണിയോടുകൂടി ഗീത കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് കയറിപ്പോയതും ശരിയാണ്. ബട്ട് യുവർ ഓണർ, പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ്. അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം. ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി എനിക്ക് തരണം. You can proceed. നിങ്ങൾ മിസ്റ്റർ ശ്യാംപ്രകാശ് ജൂനിയറായി പ്രാക്ടീസ് ചെയ്യല്ലേ? അതെ. എത്ര കൊല്ലമായി? 5 കൊല്ലം. സംഭവ ദിവസം 4 മണിക്ക് കൈമൾ കൺസ്ട്രക്ഷനിൽ നടന്നെന്താണെന്ന് വ്യക്തമാക്കാമോ? ശ്യാംപ്രകാശ് സാർ പറഞ്ഞതനുസരിച്ച് ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായി കൈമൾസ് കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ ഉദ്ദേശം 4 മണിക്ക് ഞാൻ പോയിരുന്നു. അവിടെ മിസ്റ്റർ മോഹനുമായി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാംപ്രകാശ് സാർ ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു. 5 വർഷം തന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിന്റെ മൊഴി മിസ്റ്റർ ശ്യാംപ്രകാശ് തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. പല കൊളരായ്മയ്ക്ക് കൂട്ടുനിന്ന് മടുത്ത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വാദം നാളെയും തുടരും.